കർത്താവിൻ്റെ ഓരോ വചനവും കാലാതീതമാണ്. എവിടെയല്ല കാലങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരുന്നാലും ശരി, യാക്കോബിനോട് പറഞ്ഞ വചനങ്ങൾ ആ വചനമായിട്ട് തന്നെ ഇന്ന് നീയാണ് ദൈവത്തിൻ്റെ യാക്കോബ്, നീയാണ് ദൈവത്തിൻ്റെ എബ്രാഹാം, നീയാണ് ദൈവത്തിൻ്റെ ഇസഹാക്ക്. ആ ഒരു ബോധം നിനക്കുണ്ടാകണം. നീയാണ് ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ അനുജനോ അതുപോലെ ദൈവത്തിൻ്റെ പൈതലോ. അതുകൊണ്ട് ദൈവം നിനക്ക് മുമ്പേ പറഞ്ഞിട്ടുള്ള എല്ലാ വചനങ്ങളും ഈശോ എന്നാ പറഞ്ഞത്? കാലത്തിൻ്റെ അവസാനം വരെ, അല്ലേ, കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. പിന്നെ ഈശോ പറഞ്ഞത് ഈ 21:34 വിശുദ്ധ ലുക്കായുടെ സുവിശേഷം 21:34, 21:33. അതായത് ആകാശവും ഭൂമിയും കടന്നു പോകും എന്ന് പറഞ്ഞേ. ആകാശവും ഭൂമിയും കടന്നു പോകും. അപ്പോൾ നിങ്ങൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഒന്നുകൂടെ പറഞ്ഞേ, ആകാശവും ഭൂമിയും കടന്നു പോകും. എന്നാൽ എന്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. അതാണ് പ്രശ്നം. അതായത് ഈ വചനങ്ങള് കടന്നു പോകാതെ നിലനിന്ന് ഫലിക്കുകയാണ്. എന്താണ് കടന്നു പോണത്? വാക്ക് കടന്നു പോകത്തില്ല. 33 അല്ലേ? 21:33. 21:33 വിശുദ്ധ ലൂക്കാ സുവിശേഷം. നീ ശ്രദ്ധിക്കണം അച്ഛനെ. അതായത് കടന്നു പോണത് എന്താണ്? ആകാശം കടന്നു പോകും. ദാറ്റ് മീൻസ് എന്താണ്? ടൈം കഴിഞ്ഞു പോകും. ആകാശം എന്നല്ലേ ടൈമൊക്കെ ഉണ്ടാകണത്, അല്ലേ? സൂര്യനെ നടുക്ക് നിർത്തിക്കൊണ്ട് സൂര്യന് ചുറ്റും നമ്മൾ ഭൂമിയൊക്കെ കറങ്ങുമ്പോഴും ഭൂമി സ്വയമായിട്ട് കറങ്ങുമ്പോൾ 24 ദിവസം, ഒരു പ്രാവശ്യം സൂര്യന് ചുറ്റും കറങ്ങണതിന് 360 ദിവസം. അപ്പോൾ ദിവസങ്ങളും വർഷങ്ങളും ഒക്കെ ഉണ്ടാകണത് ഇവരുടെ കറക്കത്തിൽ നിന്നല്ലേ. അതാണ് ആകാശം എന്ന് പറയുന്നത്. ആകാശം ഇങ്ങനെ കടന്നു പോകുന്ന വെച്ച് കഴിഞ്ഞാൽ കാലങ്ങൾ മാറി മാറി വരും. ഇപ്പോൾ 23 അല്ലേ, അടുത്ത കൊല്ലം 24, പിന്നെ 25. അപ്പോൾ കാലം മാറിപ്പോകാനും പോവുകയാണ്. കാലം മാറിപ്പോയാലും പിന്നെ എന്താണ്? ഭൂമിയും മാറും. ഇപ്പം 21:33 എന്താ പറയണത്? ആകാശം എന്ന് പറഞ്ഞ് ആകാശവും കടന്നു പോകും, ഭൂമിയും കടന്നു പോകും. ഭൂമി കടന്നു പോകും. എന്താ സംശയിക്കണേ? ഇപ്പം തന്നെ ഇപ്പോഴും ഹിമാലയം പ്ലേറ്റോ ഇടിച്ച് പൊങ്ങി, അല്ലേ? ചൈനയും അതുപോലെ തന്നെ മംഗോളിയൊക്കെ ഉള്ളൊരു പ്ലേറ്റും പിന്നെ ഏഷ്യൻ പ്ലേറ്റും തമ്മിൽ ഇടിച്ച് കുത്തിപ്പൊങ്ങി ഹിമാലയം ഉണ്ടായെന്നുള്ള തിയറി ഇപ്പോഴും ശാസ്ത്രം പ്രാബല്യത്തിലെടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഭൂമി ഇപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസ്ട്രേലിയയൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ. ആസ്ട്രേലിയയൊക്കെ ഒരു 10 ലക്ഷം വർഷം കഴിയുമ്പോൾ വന്ന് ഇന്ത്യയിൽ ഇടിക്കുമായിരിക്കും ഈ സാധനം. അപ്പോൾ ഇവിടെ ഉണ്ടാകും പർവ്വതങ്ങളൊക്കെ. കർത്താവ് പറഞ്ഞ കറക്റ്റാണ്. ഇതിങ്ങനെ കടന്ന് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ സംഭവം. നമ്മളിരിക്കുന്ന സ്ഥലത്ത് പണ്ട് തോമസ് ശ്രീയൊക്കെ വന്നു എന്ന് പറയുന്ന കാലത്ത് ഇവിടെ കടലല്ലേ, കടലാണല്ലേ ഇവിടെ. ഇപ്പം ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്? കലവൂർ. കലമെന്ന് പറയുന്നത് എന്താണ്? കപ്പലെടുക്കുന്ന ഊര്, അല്ലേ? അപ്പോൾ തുറമുഖം എന്നാണ് എൻ്റെ അർത്ഥം. അല്ല കലാകാരന്മാരുടെ സ്ഥലമൊന്നുമല്ല, തുറമുഖമാണ്. അപ്പോൾ ഇത് ഒരു കാലത്ത് കപ്പൽ അടുത്തിരുന്ന സ്ഥലത്ത് നമ്മളിപ്പോൾ ഇരുന്നുകൊണ്ട് സുന്ദരമായിട്ട് ധ്യാനം കൂടിക്കണം. ഭൂമി കടന്നുപോയി, ഭൂമി പിന്നെയും വെച്ചുപോയി. അപ്പോൾ കർത്താവ് പറഞ്ഞ കറക്റ്റാണ്. വെച്ച് കഴിഞ്ഞാൽ കാലം മാറിപ്പോകും, അതേ തന്നെ ഭൂമിയും കടന്നു പോകും. പിന്നെ എന്താണ് കടന്നു പോകാത്തത്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ കടന്നു പോകുകയില്ല. കൈയിടിച്ച് കർത്താവിന് വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് വാഗ്ദാനത്തിനായി നോക്കി പാർക്കുവാൻ ഉടമ്പടി എടുത്തിട്ടുള്ള ഞങ്ങളെല്ലാവരെയും ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളതു വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ വചനങ്ങള്
എല്ലാം നിറവേറാനുള്ളതാണ്. അത് നമ്മുടെ കാലം കഴിഞ്ഞാലും എത്രയോ വർഷം കഴിഞ്ഞാലും കാലം ലോകം അവസാനിക്കുന്ന വരെ വചനം മനുഷ്യൻ്റെ ജീവിതത്തിൽ നിറവേറിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ വചനത്തെ നിറവേറ്റാനുള്ള ഏറ്റവും വലിയ സൊല്യൂഷൻ എന്താണ്? ദാറ്റ് ഈസ് കവനൻറ്റ്. അതാണ് ഉടമ്പടിയുടെ ഒരു ബലമെന്ന് പറയണത്. ഉടമ്പടി പ്രകാരമാണ് വചനം നിറവേറുന്നത്. ഒരു പ്രാർത്ഥനാ പ്രകാരം സിംഗിൾ പ്രെയർ എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയാം, സിംഗിൾ ഫേസാണ്. പക്ഷെ ഒരു വചനം എപ്പോഴും നിറവേറുന്നത് ഞാൻ നിന്നോട് പറഞ്ഞ വചനങ്ങൾക്ക് മാറ്റം വരികയില്ലെന്നാണ് പറയണത്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ വചനങ്ങളുണ്ട്, ഉടമ്പടി വചനങ്ങൾ. ഇപ്പം ഞാൻ നിന്നോട് പറഞ്ഞ വചനങ്ങളെന്നാണ്. ഞാൻ നിന്നോട് പറഞ്ഞ വചനങ്ങൾക്ക് മാറ്റം വരികയില്ല. കാര്യം എന്താണ്? ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം നിറവേറ്റും. ഇപ്പോഴ് കർത്താവിൻ്റെ വചനത്തിൽ ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം നിറവേറ്റും. അതായത് സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. മത്തായി 5:18. മത്തായി 5:18. ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വിഷയം അതെല്ലാം പൂർണ്ണമായിട്ട് നിറവേറും. എന്താ കാര്യം? ഉൽപ്പത്തി 28:15. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ഉൽപ്പത്തി 28:15. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉൽപ്പത്തി 28:15. 28:15. നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ. ഒന്ന് പറഞ്ഞ്, ഏറ്റു പറഞ്ഞ സ്വരത്തിൽ പറഞ്ഞ്, ഇടിമുഴക്കം പോലെ പറഞ്ഞ്, നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ വാഗ്ദാന വചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. വചനത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഉച്ചരിച്ച് പാടുക. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആര് മറന്നാലും ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? നമ്മൾ വളരെ ആഴമായ രീതിയിൽ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. എന്താണ്? കർത്താവ് എന്നെ കൈവിടത്തില്ല. അതവൻ്റെ വാഗ്ദാനമാണ്. ഒന്ന് പറഞ്ഞേ, കർത്താവ്. കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പറയാം, കർത്താവ് ഈ കണ്ണീരിന്റെ കാലത്ത് എന്നെ കൈവിടത്തില്ല, എന്റെ കുടുംബത്തെ കൈവിടത്തില്ല. അത് കർത്താവിന്റെ വാഗ്ദാനമാണ്. വാഗ്ദാനങ്ങളിലെ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന്റെ വാഗ്ദാനങ്ങളിലെ ഞാൻ വിശ്വസിക്കുന്നു. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആര് മറന്നാലും ഒരുമിച്ച്. ആരു മറന്നാലും മറക്കാത്തവൻ
ദിവസങ്ങളിൽ അതായത് ഈ പ്രസൻസ് ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പ്രസൻസ്. നിങ്ങൾ തൈലം എടുക്കുമ്പോൾ എപ്പോഴും പ്രസൻസിനെക്കുറിച്ച്, കർത്താവിൻ്റെ സാന്നിധ്യം, വാഗ്ദാനമുള്ള സാന്നിധ്യം, നീ തൈലമെടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി നെറ്റിക്ക് കുരിശ് വരച്ച് ഇറങ്ങുമ്പോൾ തന്നെ നീ നിൻ്റെ മനസ്സിനോട് പറയണം, ആരാണ്? എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. അതിനാണ് ഉടമ്പടിയുടെ തൈലം തന്നിരിക്കുന്നത് കർത്താവ്. അതെപ്പോഴും ദാവീദും അങ്ങനെ പറയുമായിരുന്നു, അവിടുന്ന് എൻ്റെ ശിരസ്. ദാവീദും ഉടമ്പടിയുടെ ആളല്ലേ, അങ്ങനത്തെ ഉടമ്പടി പ്രകാരമാണല്ലേ രാജസ്ഥാനം കിട്ടിയത്. അപ്പോൾ ദാവീദും പറയുമായിരുന്നു, എൻ്റെ കർത്താവ് എൻ്റെ ശിരസിൽ എപ്പോഴും തൈലം പൂശും. കാര്യം എന്താണ്? എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. സങ്കീർത്തനം 23:5. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ. സന്തോഷത്തോടെ പാടുക. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ. 23-ാം സങ്കീർത്തനം 5-ാം തിരുവചനം. എന്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശത്രുക്കളുടെ മുമ്പിൽ, എന്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അതായത് ഈ ശിരസ് തൈലം കൊണ്ട് പൂശണത്, അതായത് മരണത്തിൻ്റെ ഇരുൾ വീണ താഴ്വരയിലൂടെയാണ് നടക്കുന്നതെങ്കിലും അവിടുന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ ആ കൂടെയാണ് തൈലപ്പൂശലിലൂടെ നമുക്ക് കിട്ടുന്നത്. തൈലം എപ്പോൾ പൂശാലും ഓർക്കണം, യാക്കോബ് കല്ലിലൊഴിച്ച തൈലം, ദാവീദ് നെറ്റിയിലൊഴിച്ച തൈലം, അഭിഷേക തൈലം, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉറപ്പ് വരുത്തുന്ന ഉടമ്പടിയുടെ തൈലം, അത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എനിക്ക് എൻ്റെ സഹോദരനോട് പറയാനുള്ളത്, നിങ്ങൾ ഉടമ്പടി എടുക്കുന്നത് ഒരു പക്ഷേ ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടിയാണ് വിചാരിച്ചു, ജോലി, വീട്, വിവാഹം, പരീക്ഷ, ഇൻ്റർവ്യൂ. അതെ. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഇഫക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ പെർട്ടിക്കുലർ തിങ്സ് മാത്രമല്ല. നിങ്ങൾക്ക് പറ്റണ ഒരു അബദ്ധം ഇപ്പോൾ ജപ്തി നടപടിയാണ്. അപ്പോൾ നിങ്ങൾ ജപ്തി നടപടി മാറുക എന്നുള്ള വിഷയത്തിനായിരിക്കും നിങ്ങൾ ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ അതിനേക്കാൾ വലിയ സംഭവം അവിടെ നടക്കുന്നുണ്ട്. എന്താ കാര്യം? നിൻ്റെ ദൈവം നിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നു. ഇപ്പോൾ റീജ അഗസ്റ്റിൻ്റെ ഒരു സാക്ഷ്യം ഈ ദിവസങ്ങളിലെ നല്ല സാക്ഷ്യങ്ങളൊന്നാണ്. റീജ അഗസ്റ്റിന് അതായത് അവർ കാനഡയിലാണ്, സിലിക്കൺ വാലിയിൽ. അവർ 10-12 കൊല്ലമായിട്ട് അവിടെയാണ്. അപ്പോൾ അവരുടെ സാക്ഷ്യത്തിൽ ഉള്ള പ്രത്യേകത, അവർക്ക് ഒരു ദിവസം വെളുപ്പിന് 4:30 ഗാരേജിൽ നിന്ന് വണ്ടി എടുക്കണം. കാരണം 5:30 പോകേണ്ടത്. പക്ഷെ അവിടെ എന്തോ ഒരു ടൈമിൻ്റെ ഒരു ചേഞ്ച്, അവർ ആ രാജ്യത്ത് ക്ലോക്ക് തിരിച്ചു വെക്കുന്ന ടൈം സേവിങ് എന്തോ ഒരു പരിപാടിയുണ്ട്. അത് മൊത്തം അങ്ങനെ ബാധിക്കും. ഒരു 3 മാസമൊക്കെ നിൽക്കും അത്. അപ്പം അതുകൊണ്ട് 5:30 പോകേണ്ട ആൾ 4:30 പോകണം. അപ്പം 4:30 പോയി ഗാരേജിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഭർത്താവാണ് സാധാരണ എടുക്കണത് വണ്ടി. ഗാരേജിൽ നിന്ന് വണ്ടി കൊണ്ടുവരണം, കുറച്ച് ദൂരത്തിലാണ്. ഇപ്പം ഇന്ന് ഹസ്ബൻഡ് പറഞ്ഞിരിക്കുന്നത് നീ പോയി വണ്ടി എടുത്ത് വരാൻ പറഞ്ഞു.
4:30 വെളുപ്പിന്. അപ്പോൾ വണ്ടി എടുക്കുന്നവർക്ക് പേടിയാണ്, ഇവർ പേടിയാണ്. എങ്കിലും പറഞ്ഞത് കാര്യം അദ്ദേഹം ഇവർ ഒരുമിച്ച് പോകണം. കാര്യം ഇത് കുറച്ച് 2 മണിക്കൂർ യാത്രയുണ്ട്. അതിനുശേഷമാണ് ജോലി. ഒരു ദിവസം 10 മണിക്കൂർ ജോലിയുണ്ട്. പിന്നെ ടൈറ്റ് ടൈം ടേബിളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ജോലിയിടയ്ക്ക് നിനക്ക് പറയണത് പെട്ടെന്ന് പോയി എടുത്തുകൊണ്ട് വരണം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ഷെയർ ചെയ്തല്ലേ ജീവിക്കണത്. അപ്പോൾ ഒരാൾ എടുക്കാൻ പറഞ്ഞാൽ പിന്നെ എനിക്ക് പറ്റത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല, നമ്മൾ പോയി എടുക്കേണ്ടി വരും. വണ്ടി എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഇവർക്ക് പേടിയാണ്, ഇതുവരെയൊക്കെ എടുത്തിട്ടുമില്ല. അങ്ങനെ എനിക്ക് പേടിയാണ് അമ്മയെന്ന് പറഞ്ഞ് ഇവർ വണ്ടി ഗാരേജിൽ കയറി വണ്ടി എടുത്തു. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അടുത്ത സീറ്റിൽ ആ വെളുപ്പം കാലത്ത് ഈ ചാര നിറത്തിലുള്ള സാരിയും ചുറ്റി അമ്മ ഇവളുടെ കൂടെ ഇരിക്കണം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞില്ലേ, നമ്മളൊക്കെ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ് ഇപ്പോൾ ഉടമ്പടി ഇങ്ങനെ സഞ്ചരിച്ചു പോണത്. ഞാനും അമ്മ ആദ്യം ഉടമ്പടി തരുമ്പോൾ ഓർത്തില്ല, എനിക്കിതിനെക്കുറിച്ചൊക്കെ അത്ര ആധികാരികമായിട്ട് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഉടമ്പടി അനാദികാലം മുതൽ ദൈവത്തിൻ്റെ വാക്കുകൾ പാലിക്കുന്ന, ദൈവം വാഗ്ദാനം പാലിക്കുന്ന ഒരുപക്ഷെ ഒരേ ഒരു ഫോർമാറ്റാണിത്. ദൈവം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഉടമ്പടി പാലിക്കും. ദൈവം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ നമ്മളും അതുപോലെ നിൽക്കണം. ഇപ്പം നമ്മളോട് പറഞ്ഞില്ലേ, ഇപ്പം ഉൽപ്പത്തി 28:15 എന്താ പറയണത്? ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതെല്ലാം ഞാൻ പാലിക്കുന്നവരെ നിന്നെ വിട്ട് പിരിയത്തില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? അതൊക്കെ വാഗ്ദാനമാണ്, ഇട്ടിമുഴക്കമുള്ള വാഗ്ദാനമാണ്. ഒന്ന് പറഞ്ഞേ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിറവേറ്റുന്നതുവരെ നിന്നെ വിട്ട് പിരിയത്തില്ല. അപ്പോൾ അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അപ്പോൾ ആ വാഗ്ദാനത്തിലാണ് ഈ അഷ്വറൻസിൽ അമ്മ കൂടെ വരണത്. അപ്പോൾ നമുക്ക് അതായത് നമ്മൾ ആദ്യമൊക്കെ ജനങ്ങൾ സഞ്ചാരി മാതാവെന്നൊക്കെ വിളിക്കുമ്പോൾ എനിക്കൊരു ചെറിയ ചമ്മലായിരുന്നു. ഇനി പുതിയ മാതാവിനെ ആൾക്കാർ ഇറക്കിക്കൊണ്ട് വരികയാണ്, ഇതിപ്പോൾ സഭ എങ്ങനെ ഇതിനെ കാണുമെന്നൊക്കെ എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ സഞ്ചാരി മാതാവെന്നൊന്നും ആരെങ്കിലും പറഞ്ഞില്ല. എല്ലാ മാതാവല്ലേ, പിന്നെ എന്തിനാ പുതിയ പേരിടണം. പക്ഷേ ഈ സാക്ഷ്യങ്ങൾ കേട്ട് വരുമ്പോൾ സഞ്ചാരത്തിനേക്കാൾ അപ്പുറത്താണ് സാന്നിധ്യം നൽകണത്. എവിടെയാണ് നിനക്കൊരാവശ്യമുള്ളത്, അവിടെ എന്ത് വിഷയത്തിനാണ് ആവശ്യമുള്ളത്, അവിടെ നിന്നോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിറവേറ്റുമ്പോഴോ ഐ വിൽ നോട്ട് ലെറ്റ് യു ഓർഫൺ, ഞാൻ നിന്നെ ഒരു കാലത്ത് നിന്നെ പിരിഞ്ഞു പോകത്തില്ലെന്ന് കൈയിടിച്ച് കർത്താവിനെ സ്തുതിയിടലിൽ ഞങ്ങളോടൊത്ത് സഞ്ചരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരനാഥവേ, വാഗ്ദാനപേടകനേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതെല്ലാം ദൈവം നിറവേറ്റും. പക്ഷേ ഉടമ്പടിക്കൊരു പ്രശ്നമുണ്ട്. എന്താണ്? നമ്മൾ ദൈവത്തോട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ നിറവേറ്റണം, എന്നാലേ ഉടമ്പടി ആകത്തുള്ളൂ. മനസ്സിലായില്ലേ? ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിറവേറ്റും. പക്ഷെ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ദൈവത്തോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിറവേറ്റണം. ഇപ്പം ഇവർക്ക് ഈ റിജയ്ക്കൊരു കുഴപ്പമുണ്ട്. കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അവിടെ പ്രശ്നം എന്താ? അവരുടെ പ്രശ്നം അവർക്ക് 10 മണിക്കൂർ ജോലിയാണ്. 12 മണിക്കൂർ ജോലി ചില സമയത്ത് വരും. എന്നിട്ട് പിന്നെ 1 മണിക്കൂർ ഡ്രൈവിംഗ് ഉണ്ട്. ദാറ്റ് മീൻസ് ഒരു നമ്മളൊക്കെ 8 മണിക്കൂർ ജോലി ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് ചിലർ OT ഒക്കെ എടുത്ത് ജോലി ചെയ്യും.
ഇത് സ്ഥിരമായിട്ട് 10 മണിക്കൂറാണ് അവരുടെ വർക്കിംഗ് അവേഴ്സ്. അതാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ വരുമ്പോൾ ടയർഡായി പോകും. ടയർഡായപ്പോൾ ഇവർ പറയണത്, ഞാൻ ആ ഉടമ്പടിയുടെ അരമണിക്കൂർ വചനം വായിക്കത്തില്ല. എന്നിട്ട് ഞാൻ പറയും, ഹസ്ബൻഡ് വായിക്കട്ടെന്ന് പറയും. ഹസ്ബൻഡ് എൻ്റെ ഭർത്താവാണല്ലോ, അപ്പം അദ്ദേഹം വായിക്കുമ്പോൾ അദ്ദേഹത്തെ എൻ്റെ അക്കൗണ്ടിലാക്കുമെന്ന് ഞാൻ. അവർ വളരെ സിൻസിയറായിട്ടാണ് പറയണത്, മാത്തമാറ്റിക്കലായിട്ട് പറയണത്. ഹസ്ബൻഡ് വായിക്കുമ്പോൾ കർത്താവിനോട് ഞാൻ പറയും, ഹസ്ബൻഡ് വായിക്കുന്നുണ്ട്, അത് എൻ്റെ പേരിൽ നീ ആക്കി എടുത്തേക്കണമെന്ന്. അപ്പോൾ അവർ ഭയങ്കര കമ്മ്യൂണിക്കബിളാണ് ദൈവമായിട്ട്. അതാണ് ഈ വന്നൊക്കെ കൂടെ ഇരിക്കണതേ. ആ വിശ്വസിക്കുമ്പോൾ ഇങ്ങനെ ഒക്കത്തില്ലേ, കിട്ടുക വരുവോ ഇല്ലേ, ശരിയാണോ എന്നൊക്കെ പറഞ്ഞ് സംശയിച്ചല്ല. അവർ പറഞ്ഞത് എന്താണ്, എനിക്ക് 10 മണിക്കൂർ വർക്കുണ്ട്, പിന്നെ എനിക്ക് 1 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും 2 മണിക്കൂർ ഡ്രൈവിങ്ങിന് പോകും. അപ്പോൾ അത് കഴിയുമ്പോൾ എനിക്ക് വായിക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് ഹസ്ബൻഡ് വായിക്കുമ്പോൾ അത് നീ എൻ്റെ അക്കൗണ്ടിലാക്കി നീ അത് വരവ് വെക്കണമെന്ന് പറയും. പക്ഷേ അമ്മ പിറ്റേ ദിവസം വരുമ്പോൾ ഒരു ചുരുൾ കൊണ്ടുവന്ന് കാണിക്കും. എന്താണ് ചുരുളെന്ന് പറഞ്ഞാൽ? എന്താണ്? വചനമാണ്. വചനം നമുക്കറിയാം, വചനത്തിന് ചുരുളെന്നല്ലേ പറയണത്. അവളത് പറയുന്നുണ്ട്, ഒരു ചുരുൾ കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ വായിക്കേണ്ടത്, നീ എന്നോട് പറഞ്ഞത് നീ ചെയ്യാവുന്നല്ലേ പറഞ്ഞത്, അത് നീ തന്നെ ചെയ്യണം. അതാണ് ചുരുൾ കാണിക്കുന്നത്. അപ്പം നമ്മൾ എവിടെയെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നോക്കണം. അതായത് നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു കുഴപ്പം എന്താ അറിയാമോ? നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നം, നിങ്ങളുടെ ആ വിഷയത്തിലാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ദൈവത്തോട് പറഞ്ഞ കാര്യത്തിലല്ല. നിങ്ങൾ ദൈവം ചെയ്ത് തരേണ്ട കാര്യത്തിലാണ് നിങ്ങൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നത്, ദൈവത്തിനല്ല. നിങ്ങൾ ദൈവത്തോട് പറഞ്ഞ കാര്യത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ദൈവത്തോട് പറഞ്ഞ കാര്യത്തിൽ നിങ്ങളൊന്ന് പ്രാധാന്യം കൊടുത്ത് നോക്കിക്കേ. അപ്പോൾ ഉടമ്പടി എന്താണെന്ന് നിങ്ങൾ അറിയും. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഞാൻ ദൈവത്തിരുസന്നിധിയിൽ ഉടമ്പടി പ്രകാരം അങ്ങയോട് ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങള് വർദ്ധിച്ച അഭിഷേകത്തോടെ ചെയ്യാൻ എനിക്ക് ദൈവ കരുത്ത് നൽകണമേ. അഭിഷേകത്താൽ നിറഞ്ഞ് പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും നിബന്ധനകളും ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നീ എനിക്ക് തന്നെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോൾ നീ അതിൻ്റെ അഭിഷേകത്തെ നീ ഊതിക്കത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെ, നിങ്ങൾ ഓരോരുത്തരും പരസ്പരം ശിരസ് കൈവെക്കുക. 3 പേരാ നിൽക്കണമെങ്കിൽ 3 പേരായിട്ടും കൈ ശിരസിൽ വെക്കാവുന്നതാണ്. അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ മക്കളെ ഈശോ അഭിഷേകം ചെയ്യും. നേരത്തെ ധ്യാനത്തിൽ കേട്ട പുതിയ അഭിഷേകം, ഒരു പ്രഭാതത്തിലും വേണ്ടി വരുന്ന അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലെ നിങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകുന്ന അഭിഷേകം, എല്ലാത്തിനും തരം ജീവിക്കാനുള്ള ആവേശോജ്വലമായ ആത്മധൈര്യം നിങ്ങളിലേക്ക് നിവേശിപ്പിക്കുന്ന സമയമാണ്. അതേസമയം തന്നെ രോഗങ്ങൾ, പീഡകൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന ജീവിത സങ്കടങ്ങൾ എല്ലാം ഈശോ ഏറ്റെടുക്കുകയും തടം ചെയ്യാനുള്ള ശക്തിയാൽ നിങ്ങൾ അഭിഷേകം ചെയ്യുന്ന സമയമാണ്. ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, വിലാപങ്ങളുടെ പുസ്തകം 3:23 പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രഭാതത്തിനും പുതിയ സ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യുന്ന ദൈവമേ, ഇപ്പോൾ മക്കളെ അഭിഷേകം ചെയ്യണമേ. ദൈവത്തിൻ്റെ പുതിയ സ്നേഹത്താൽ മക്കളെ അഭിഷേകം ചെയ്യണമേ. സങ്കീർത്തനം 92:10 പ്രാർത്ഥിക്കുന്ന പുതിയ തൈലത്താൽ കർത്താവെ മക്കളെ അഭിഷേകം ചെയ്യണമേ.
സന്തോഷത്തിൻ്റെ, ധൈര്യത്തിൻ്റെ, പ്രാർത്ഥനയുടെ, വിശ്വാസത്തിൻ്റെ, പ്രത്യാശയുടെ പുതിയ പരിശുദ്ധാത്മ വരദാനങ്ങളാൽ മക്കളെ അഭിഷേകം ചെയ്യണമേ കർത്താവേ. എസെക്കിയേൽ 36:26 പ്രാർത്ഥിക്കുന്നു. ഐ വിൽ ഗീവ് എ ന്യൂ സ്പിരിറ്റ്. കർത്താവേ, നിനക്ക് ഞാനൊരു പുതിയ ഹൃദയം നൽകാം, പുതിയ ആത്മാവിനാൽ നിന്നെ അഭിഷേകം ചെയ്യുമെന്ന് അളിച്ച കർത്താവേ, എല്ലാത്തിനെയും ഉടമ്പടി പാലിക്കുകയും ലോത്തിൻ്റെ ഭാര്യയെപ്പോലെ തിരിച്ചു പോരാൻ കൂട്ടാക്കാതിരിക്കുകയും ചെയ്യുന്ന നിശ്ചയദാർഢ്യത്തിൻ്റെ പുതിയ ഹൃദയത്താൽ അങ്ങ് മക്കളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ ജനമേ, എസെക്കിയേൽ 37:13 പ്രാർത്ഥിക്കുന്നു. കല്ലറകൾ തുറന്ന് നിങ്ങളെ കൊണ്ടുവന്നപ്പോൾ, നിങ്ങളെ ഉയർത്തിയപ്പോൾ നിങ്ങൾ ഓർക്കണം, ഞാനാണ് നിൻ്റെ ദൈവമെന്ന്. കർത്താവെ, അനേകം കല്ലറകളിൽ അങ്ങയുടെ മക്കള് ചത്ത് ചീഞ്ഞ് ജഡമായി ജീവിതമില്ലെന്നും പറഞ്ഞുകൊണ്ട് പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് കർത്താവെ കണ്ണീരോടെ ഇരിക്കുക. അവിടെയെല്ലാം ആത്മാവിനെ അവശേഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എസെക്കിയേൽ 36:26 പ്രാർത്ഥിക്കുന്നു. ഐ വിൽ ഗീവ് ദം മൈ ന്യൂ സ്പിരിറ്റ്. എൻ്റെ ആത്മാവിനെ നിങ്ങളെ കയക്കും കർത്താവേ. കർത്താവ് ഹെബ്രായർ 4:6 പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് പങ്കാളികളായിക്കൊണ്ട് അനുദിനമുള്ള ജീവിത പ്രശ്നങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കർത്താവേ മക്കളെ വീണ്ടെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ ഉന്നതമായ നാമത്തിന് അടിപ്പിട പോലെ വൈദ്യാഘാതം പോലെ ദൈവിക ശക്തി ഐസയ 43:2 പ്രാർത്ഥിക്കുന്നു. അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല. ശബ്ദത്തിലൂടെ നടക്കും, ശബ്ദം നിന്നെ വിഴുങ്ങത്തില്ല, മുക്കിക്കളയത്തില്ല. കർത്താവേ, അഭിഷേകത്തിൻ്റെ ആത്മാവിനെ ഏക്കണമേ, അഭിഷേകത്തിൻ്റെ ആത്മാവിനെ ഏക്കണമേ. ഓരോ മക്കളിലേക്ക് കർത്താവേ അഭിഷേകത്തിൻ്റെ ആത്മാവിനെ ഏക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സൗഖ്യം കർത്താവേ മക്കളിലേക്ക് അയക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ മാർഗ രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. ദൈവത്തിൻ ചൈതന്യമേ ഞങ്ങൾ ഭാഷാവരത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ദിവ്യമാം ദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. റൂഹാദൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. ദൈവത്തിൻ ചൈതന്യമേ, ദൈവത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. പതുക്കെ കൈകളെടുക്കുക, ആൾത്താരയിലേക്ക് തിരിയുക, കൈകൾ കൂപ്പി മുട്ടി നിൽക്കുക. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുക. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ